14/6/26 പ്രഭാത മുരളി അവ്യക്ത ബാബ്ദാദ റിവൈസ് 24/10/2010 മധുബൻ. സമയത്തിൻ്റെ വേഗത അനുസരിച്ച് ഇപ്പോൾ വിശേഷിച്ച് സ്വഭാവ സംസ്കാരങ്ങൾ പരിവർത്തനപ്പെടുത്തുന്നതിൽ തീവ്രത കൊണ്ടുവരൂ. മനസ്സിലൂടെ ആത്മാക്കൾക്ക് ഭിന്ന ഭിന്ന കിരണങ്ങൾ നൽകൂ. ഇന്ന് 4 ഭാഗത്തുമുള്ള പരമാത്മാ സിംഹാസനസ്ഥരും ഭൃഗുടിയുടെ സിംഹാസനത്തിലിരിക്കുന്നവരും വിശ്വത്തിലെ സിംഹാസനസ്ഥരുമായ കുട്ടികളെ കണ്ട് ഹർഷിതമാവുകയാണ്. ഈ പരമാത്മാവിൻ്റെ ഹൃദയ സിംഹാസനം കേവലം ബ്രാഹ്മണരായ നിങ്ങൾക്ക് വേണ്ടി ഉള്ളത് തന്നെയാണ്. ഭൃഗുടിയുടെ സിംഹാസനം എല്ലാവരുടെയും അടുത്തുണ്ട്. എന്നാൽ പരമാത്മാവിൻ്റെ സിംഹാസനം കേവലം ബ്രാഹ്മണ ആത്മാക്കളുടെ മാത്രം ഭാഗ്യത്തിലാണുള്ളത്. ഈ പരമാത്മാ സിംഹാസനം വിശ്വത്തിൻ്റെ സിംഹാസനം നേടിത്തരുന്നു. അപ്പോൾ 3 സിംഹാസനത്തിൻ്റെയും അധികാരികളായ ആത്മാക്കൾ നിങ്ങൾ ബ്രാഹ്മണർ തന്നെയാണ്. ഈ പരമാത്മാ സിംഹാസനം എത്ര ശ്രേഷ്ഠമാണ്! മറ്റൊരു യുഗത്തിലും പരമാത്മാ സിംഹാസനം പ്രാപ്തമാകുന്നില്ല. ഈ പരമാത്മാ സിംഹാസനം പാടപ്പെടുകയും ചെയ്യുന്നു. പരമാത്മാ സിംഹാസനത്തിൻ്റെ അധികാരികൾ ഭക്തിമാർഗത്തിലും മാലയിലെ മുത്തുകളുടെ രൂപത്തിൽ പാടപ്പെടുകയും പൂജിക്കപ്പെടുകയും ചെയ്യുന്നു. കോടിയിൽ ചിലർ എന്ന രൂപത്തിൽ പാടപ്പെടുന്നു. വളരെ ഭാവനയോടെ ഓരോരോ മുത്തിനെയും എത്ര ഉയർന്ന ദൃഷ്ടിയോടെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കേവർക്കും ലഹരിയുണ്ടല്ലോ. നമ്മളല്ലാതെ മറ്റാർക്കും ഈ സിംഹാസനം അനുഭവിക്കുവാൻ സാധിക്കില്ല എന്ന ലഹരിയുണ്ടോ? എന്നാൽ നിങ്ങളെല്ലാ ബ്രാഹ്മണരുടെയും ജന്മസിദ്ധ അധികാരമാണ്. നിങ്ങളെ സംബന്ധിച്ച് ഈ സിംഹാസനം കഴുത്തിലെ മാലയാണ്. അപ്പോൾ ഭഗവാന്റെ ഹൃദയ സിംഹാസനത്തിൻ്റെ അധികാരിയാണ് എന്ന് ഇത്രയും ലഹരിയുണ്ടോ? ഈ ലഹരിയും സന്തോഷവും എല്ലാവർക്കും സദാ സ്മൃതിയിൽ നിലനിൽക്കുന്നുണ്ടോ? നമ്മൾ ആരാണ്? ഇതിൻ്റെ നിശ്ചയവും ലഹരിയുമുണ്ടോ? ബാബ്ദാദ ഇങ്ങനെയുള്ള 3 സിംഹാസനങ്ങളുടെ അധികാരിയായ കുട്ടികളെ കണ്ട് സന്തോഷിക്കുന്നു. ആഹാ, എൻ്റെ ശ്രേഷ്ഠ അധികാരികളായ കുട്ടികളെ, ആഹാ! കുട്ടികൾ പറയുന്നു, ആഹാ ബാബ, ആഹാ. ബാബ പറയുന്നു, ആഹാ കുട്ടികളെ, ആഹാ. സ്വയം ബാബയും ഇങ്ങനെയുള്ള കുട്ടികളുടെ മഹിമ പാടുന്നു. അപ്പോൾ നമ്മൾ ആരാണ് എന്ന ലഹരിയുണ്ടോ? എത്രത്തോളം നിശ്ചയമുണ്ടാകുമോ അത്രയും തന്നെ ലഹരി ഉണ്ടാകും. നിശ്ചയത്തിൻ്റെ ലഹരി താങ്കളുടെ മുഖത്തിലൂടെയും പെരുമാറ്റത്തിലൂടെയും കാണപ്പെടും. ആർക്ക് നിശ്ചയമുണ്ടോ അവർക്ക് ലഹരി തീർച്ചയായും ഉണ്ടായിരിക്കും. ബാബ്ദാദയും ഇപ്പോൾ ഓരോ കുട്ടിയുടെയും മുഖത്തിലൂടെയും പെരുമാറ്റത്തിലൂടെയും ആത്മാക്കൾക്ക് അനുഭവം ഉണ്ടാക്കി കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. വാണിയിലൂടെ അനുഭവം നേടുവാൻ തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ അനുഭവം ഉണ്ടാകുന്നതിൻ്റെ കാര്യം ആരംഭിച്ചു കഴിഞ്ഞു. മുൻപ് കേൾക്കുമായിരുന്നു, ചിന്തിക്കുമായിരുന്നു. ഇപ്പോൾ ബ്രാഹ്മണ ആത്മാക്കളായ താങ്കളുടെ സ്ഥിതിയുടെ പ്രഭാവം അനുഭവിക്കുവാൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ സ്വയം ചെക്ക് ചെയ്യൂ. ഞാൻ മുഴുവൻ ദിവസത്തിലും എത്ര സമയം പരമാത്മാവിൻ്റെ ഹൃദയ സിംഹാസനത്തിൽ ഇരിക്കുന്നു? കാരണം ഈ ഹൃദയ സിംഹാസനമാണ് വിശ്വത്തിൻ്റെ രാജ്യം പ്രാപ്തമാക്കിക്കുന്നതിൻ്റെ ആധാരം. അപ്പോൾ ഈ ഹൃദയ സിംഹാസനസ്ഥനായി ഇരിക്കുന്നതിൻ്റെ ആധാരത്തിലൂടെ എത്ര സമയം താങ്കൾ ഹൃദയ സിംഹാസനത്തിൻ്റെ അധികാരിയായിരിക്കുന്നുവോ അത്രയും കൂടുതൽ സമയം ഭാവിയിൽ രാജകുലത്തിൽ അധികാരിയാകുന്നു. അപ്പോൾ ചെക്ക് ചെയ്യണം, ഞാൻ ബ്രാഹ്മണൻ ആയതു മുതൽ എത്ര സമയം ഹൃദയ സിംഹാസനസ്ഥനായിരുന്നു. സിംഹാസനത്തിലാണെങ്കിൽ നമ്പർ വൈസ് ആയിട്ടായിരിക്കും ഇരിക്കുക. എന്നാൽ
ഇതിൻ്റെ ആധാരത്തിൽ സദാ രാജ ഫാമിലിയിൽ കുലത്തിൽ അധികാരിയാകും. എപ്പോഴെങ്കിലും പരിശോധിച്ചിട്ടുണ്ടോ? ഹൃദയ സിംഹാസനത്തിൽ നിന്നും ഇറങ്ങുന്നില്ലല്ലോ. തൻ്റെ കണക്കെടുക്കണം. കാരണം ഇതിൻ്റെ ആധാരത്തിലൂടെയാണ് താങ്കൾ സദാ രാജകുലത്തിൽ വരുന്നത്. ചെക്ക് ചെയ്യണം. സിംഹാസനം ഉപേക്ഷിച്ച് എപ്പോഴെങ്കിലും മണ്ണിൽ പാദം വയ്ക്കുന്നില്ലല്ലോ. 63 ജന്മത്തെ സംസ്കാരം അനുസരിച്ച് ദേഹബോധമാകുന്ന മണ്ണിൽ പാദം വച്ചു. ഒന്നാണ് ദേഹബോധം, മറ്റൊന്നാണ് ദേഹാഭിമാനം. ദേഹാഭിമാനത്തിൻ്റെ മണ്ണ് ആഴമുള്ളതാണ്. എന്നാൽ ദേഹബോധവും മണ്ണ് തന്നെയാണ്. മനുഷ്യൻ പോവുകയും, അതായത് ദേഹം വെടിയുകയും ദഹിപ്പിക്കുകയും ചെയ്യുമ്പോൾ മണ്ണിനോട് ചേർന്നു എന്ന് ലോകത്തുള്ളവരും പറയുന്നു. അപ്പോൾ ചെക്ക് ചെയ്യൂ, മണ്ണിലേക്ക് പാദം പോകുന്നില്ലല്ലോ. ദേഹബോധത്തിൽ വരിക എന്നാൽ മണ്ണിൽ പാദം വയ്ക്കുക എന്നർത്ഥം. ബാബ്ദാദ ശ്രേഷ്ഠ ആത്മാക്കളായ നിങ്ങൾക്ക് വേണ്ടി 3 സിംഹാസനങ്ങൾ നൽകിയിട്ടുണ്ട്. കാരണം ഓമനകളാണല്ലോ. സിഖിലതയുമാണ്, ഓമനകളുമാണ്. ഓമനയായ കുട്ടിയെ ഊഞ്ഞാലിലോ മടിത്തട്ടിലോ ആണ് വയ്ക്കുക. മണ്ണിൽ പാദം വയ്ക്കുവാൻ അനുവദിക്കുന്നില്ല. അപ്പോൾ ആരാണോ 3 സിംഹാസനത്തിൻ്റെ അധികാരി, അവർക്ക് വേണ്ടി ബാബ്ദാദ എത്ര ഭിന്ന ഭിന്ന പ്രകാരത്തിലുള്ള ഊഞ്ഞാലുകളാണ് നൽകിയിരിക്കുന്നത്. ഇടയ്ക്ക് ശാന്തിയുടെ ഊഞ്ഞാലിലാടൂ, ഇടയ്ക്ക് സുഖത്തിൻ്റെ ഊഞ്ഞാലിലാടൂ, ഇടയ്ക്ക് പ്രേമത്തിൻ്റെ ഊഞ്ഞാലിലാടൂ. സിംഹാസനത്തിലും ഊഞ്ഞാലിലും ഇതിൽ മാത്രമേ പാദം വയ്ക്കാവൂ. പല കുട്ടികളും ചോദിക്കുന്നു, നമ്മൾ ഭാവിയിൽ എവിടെ വരും, എന്തായി മാറും? അപ്പോൾ ബാബ പറയുന്നു, നിങ്ങൾ വന്നിട്ട് എത്ര സമയമായോ അത്രയും സമയത്തിനിടയിൽ ചെക്ക് ചെയ്യൂ. എത്രത്തോളം സമയമായോ അത്രയും സമയം തന്നെ എൻ്റെ പാദം ഊഞ്ഞാലുകളിലോ സിംഹാസനത്തിലോ ആയിരുന്നുവോ എന്ന്. അത്രയും തന്നെ ഭാവിയിൽ റോയൽ കുലത്തിൽ ഇരിക്കും. റോയൽ പ്രജയിൽ പോലും വരികയില്ല, റോയൽ കുലത്തിൽ തന്നെ വരും. അപ്പോൾ ഈ കണക്ക് ഓരോരുത്തരും സ്വയം കണ്ടെത്തൂ. മറ്റുള്ളവരെ നോക്കരുത്, തൻ്റെ കണക്ക് എടുക്കണം. ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് എന്താണ്? റോയൽ കുലത്തിൽ, രാജകുലത്തിൽ തന്നെയായിരിക്കണം എന്നാണ്. അതിനാൽ ഇപ്പോഴും എത്ര സമയം ലഭിക്കുന്നുവോ, കാരണം സമാപ്തി അചാനക് പെട്ടെന്നാണ് ഉണ്ടാകേണ്ടത്. സമാപ്തി ഉണ്ടാകുന്നതുവരെയും ഇപ്പോഴും ചെക്ക് ചെയ്യണം. എത്ര കൂടുതൽ സമയം ബാബയുടെ മടിത്തട്ടിൽ, സിംഹാസനത്തിൽ, ഊഞ്ഞാലിൽ ഇരിക്കുമോ അത്രയും സമയം റോയൽ ഫാമിലിയിൽ, റോയൽ കുലത്തിൽ ഭാഗ്യം പ്രാപ്തമാക്കും. ബാബ്ദാദയാണെങ്കിൽ ഓരോ കുട്ടിക്കും മുഴുവൻ സമയവും 21 ജന്മവും റോയൽ കുലത്തിൽ, അത് സൂര്യവംശിയായാലും ചന്ദ്രവംശിയായാലും 2 യുഗത്തിലും റോയൽ ഫാമിലിയിൽ കഴിയുന്നതിനുള്ള അധികാരം നൽകുകയാണ്. എന്നാൽ അധികാരം നേടിയെടുക്കുക എന്നത് ഓരോ കുട്ടിയുടെയും മേലാണ്. ബ്രഹ്മബാബയോട് സ്നേഹമുണ്ട്, അപ്പോൾ ബ്രഹ്മബാബയ്ക്കും കുട്ടികളായ നിങ്ങളോട് സ്നേഹമുണ്ട്. ബ്രഹ്മബാബ കുട്ടികളായ നിങ്ങളെ കൂടെ തന്നെ റോയൽ കുലത്തിൽ കാണുവാൻ ആഗ്രഹിക്കുന്നു. താങ്കൾ എന്താണ് മനസ്സിലാക്കുന്നത്? ബ്രഹ്മബാബയുടെ അടുത്ത് റോയൽ കുലത്തിൽ കഴിയുന്നവരാണോ, അതോ കുറച്ച് സമയത്തേക്കായിരിക്കുമോ കഴിയുക? പിന്നെ ദൂരെ പോകാൻ ആഗ്രഹിക്കുന്നില്ലല്ലോ. കേൾപ്പിച്ചുവല്ലോ, ആധാരം സംഗമയുഗത്തിൻ്റെതാണ്. ബാബ്ദാദയ്ക്ക് കുട്ടികളോട് അത്രത്തോളം സ്നേഹമുണ്ട്. അത് കാരണം നിങ്ങളെല്ലാവരും പറയുന്നു, കൂടെ ഇരിക്കും, കൂടെ പോകും എന്ന്. ഇപ്പോൾ ബ്രഹ്മബാബയും ബ്രാഹ്മണരും ഒരുമിച്ചാണ്. അവ്യക്ത രൂപത്തിലാണെങ്കിലും കൂടെയുണ്ട്. ഇപ്പോൾ ബാബ്ദാദ ഇത് കണ്ടു. കുട്ടികളെ മായയും ഇപ്പോൾ വരെയും വിടുന്നില്ല, അതിനും സ്നേഹമുണ്ട്. കൂടാതെ ഇക്കാലത്ത്
2 രൂപങ്ങളിൽ വിശേഷിച്ച് മായയും ചാൻസ് എടുക്കുന്നു. 2 രൂപത്തിലാണ് വരുന്നത്. ഒന്ന് വ്യർത്ഥ സങ്കല്പം, രണ്ടാമത്തേതാണ് ചിലയിടങ്ങളിൽ ചിലപ്പോഴൊക്കെ എന്താണോ ഞാൻ ചെയ്തത് അഥവാ ചിന്തിച്ചത്, ഞാൻ തന്നെയാണ് റൈറ്റ്, ഞാൻ കുറഞ്ഞതൊന്നുമല്ല എന്ന അലകളുമുണ്ട്. ഈ അലകൾ വ്യാപിച്ചിരിക്കുകയാണ്. ഞാൻ തന്നെയാണ് ശരി. പക്ഷേ ആരാണോ കണക്ഷനിൽ വരുന്നത് അല്ലെങ്കിൽ നിമിത്തമായിരിക്കുന്നത്, അവരും താങ്കളുടെ വിചാരത്തെ പിന്തുണയ്ക്കുന്നുണ്ടോ? മറ്റുള്ളവരുടെയും വെരിഫിക്കേഷൻ ലഭിക്കേണ്ടത് ആവശ്യമാണ്. ഈ വ്യർത്ഥ സങ്കല്പം ടൈം വേസ്റ്റ് ആക്കുന്നു. അതിനാൽ ബാബ്ദാദ ദിവസേന ഉള്ള മുരളി മനനം ചെയ്യുന്നതിന് വേണ്ടിയും സേവനം ചെയ്യുന്നതിന് വേണ്ടിയും ഹോംവർക്കായി ദിവസവും നൽകുന്നു. അഥവാ മനനം ചെയ്യൂ, അല്ലെങ്കിൽ മനനം ചെയ്ത് മഗ്നമാകൂ. അപ്പോൾ ഈ ദിവസേനയുള്ള ഹോംവർക്ക് മനസ്സിനെ ബിസിയാക്കി വയ്ക്കുന്നതിനുള്ള ഉപാധിയാണ്. കേൾക്കുകയും മനനം ചെയ്യുകയും അഥവാ മഗ്നമാവുകയും ചെയ്യുക. ബാബ്ദാദ ദിവസേനയുള്ള ഈ ഹോംവർക്ക് അതിനാലാണ് നൽകുന്നത്. ഏതുപോലെ കുട്ടികൾക്ക് അത്രയും കൂടുതൽ ഹോംവർക്ക് നൽകുന്നു. അതിലൂടെ അവരുടെ ബുദ്ധി അത് ചെയ്യുന്നതിൽ ബിസിയായിരിക്കുന്നതിന് വേണ്ടി. ഇതേപോലെ ദിവസേനയുള്ള മുരളിയിൽ 4 സബ്ജക്റ്റിൻ്റെയും ഹോംവർക്കുണ്ട്. മനസ്സിൻ്റേതുമുണ്ട്, വാണിയുടേതുമുണ്ട്, കർമ്മത്തിൻ്റെയും അറ്റൻഷൻ്റെയും ദിവ്യതയുടെയും സൂചനയുള്ള ഹോംവർക്കാണ്. അപ്പോൾ ഹോംവർക്കിൽ ബിസിയായിരിക്കുകയാണെങ്കിൽ വ്യർത്ഥ സങ്കല്പങ്ങൾക്ക് വരാനുള്ള മാർജിൻ ഉണ്ടായിരിക്കില്ല. ഈ വിധി സ്വീകരിച്ചു കൊണ്ടിരിക്കുമെങ്കിൽ വ്യർത്ഥ സങ്കല്പം സ്വതവേ തന്നെ താങ്കളോട് വിട പറയും. കാരണം ബാബ്ദാദ കണ്ടു, ഓർമ്മയുടെ യാത്രയിൽ എല്ലാവർക്കും നമ്പർ വൈസായി അറ്റൻഷൻ ഉണ്ട്. വാചാ സേവനത്തിലും അറ്റൻഷൻ ഉണ്ട്. എന്നാൽ ഇപ്പോൾ തൻ്റെ സംസ്കാരത്തെ അഥവാ മറ്റുള്ളവരുടെ സംസ്കാരത്തെ പരിവർത്തനപ്പെടുത്തണം. ഈ സ്വഭാവ സംസ്കാരം, അതിനെ റോയൽ രൂപത്തിൽ താങ്കൾ നേച്ചർ എന്ന് പറയുന്നു. എൻ്റെ നേച്ചറാണ്, ഭാവമല്ല നേച്ചറാണ്. ഈ ധാരണയുടെ സബ്ജക്റ്റ് ഇപ്പോഴും റോയൽ രൂപത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ബാബ്ദാദ ഇക്കാലത്ത് ഈ സൂചന നൽകുന്നു. ഏതെല്ലാം ധാരണകളിൽ കുറവ് ഉണ്ടായിരിക്കുന്നുവോ അതിന് ഇപ്പോൾ വിശേഷ അറ്റൻഷൻ നൽകൂ. ബാബ്ദാദ മുൻപും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ധാരണയുടെ കാര്യത്തിൽ ഈ മുഖ്യ ധാരണയ്ക്ക് അറ്റൻഷൻ നൽകൂ. ഏതെങ്കിലും കാര്യം സംഭവിച്ചുവെങ്കിൽ ചെക്ക് ചെയ്യൂ. സെക്കൻഡിൽ ഫുൾ സ്റ്റോപ്പ് ഇടാൻ സാധിക്കുന്നു? അതോ ആഗ്രഹിക്കുന്നത് ഫുൾ സ്റ്റോപ്പാണ്, പക്ഷേ സംഭവിക്കുന്നത് ക്വസ്റ്റ്യൻ മാർക്കാണ് എന്നാണോ? ഫുൾ സ്റ്റോപ്പ് അല്ല, പകുതി ഫുൾ സ്റ്റോപ്പ് വീഴുകയും ചിഹ്നമായി മാറുകയും ചെയ്യുന്നു. മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെയുള്ള സർക്കംസ്റ്റൻസ് വരും. അതിൽ താങ്കൾക്ക് സെക്കൻഡിൽ ഫുൾ സ്റ്റോപ്പ് ഇടേണ്ടി വരും. ആ സമയത്ത് ക്വസ്റ്റ്യൻ മാർക്കിനെയും ആശ്ചര്യത്തിൻ്റെ മാർക്കിനെയും ശരിയാക്കുന്നതിന് അത്രത്തോളം സമയം ലഭിക്കുകയില്ല. സെക്കൻഡിൽ ഫുൾ സ്റ്റോപ്പിൻ്റെ ആവശ്യകത ഉണ്ടാകും. ഇതിൻ്റെ അഭ്യാസം മുൻപേ തന്നെ വളരെ സമയത്തേത് ആവശ്യമാണ്. അപ്പോഴാണ് കൃത്യസമയത്ത് വിജയിയായി മാറുവാൻ സാധിക്കുന്നത്. അപ്പോൾ ചഞ്ചലതയുടെ സമയത്ത് എപ്പോഴാണോ സംസ്കാരത്തിൻ്റെയും സ്വഭാവത്തിൻ്റെയും പരീക്ഷ ഉണ്ടാകുന്നത്, അതിനുവേണ്ടി ഇപ്പോൾ മുതൽ ഇങ്ങനെയുള്ള സമയത്ത് അഭ്യസിക്കൂ. അപ്പോൾ ദീർഘകാലത്തെ അഭ്യാസം മുന്നോട്ട് പോകുമ്പോൾ വളരെയധികം താങ്കളുടെ സഹയോഗിയാകും. ബാബ്ദാദ അമൃതവേളയിൽ ചുറ്റി സഞ്ചരിക്കുന്നു. അപ്പോൾ ഓരോരുത്തരുടെയും പുരുഷാർത്ഥത്തെ ചെക്ക് ചെയ്യുന്നു. 4 സബ്ജക്റ്റിലും പുരുഷാർത്ഥം തീവ്രമാണോ അതോ സാധാരണമാണോ എന്ന്. അപ്പോൾ എന്താണ് കണ്ടത്? സമയത്തിൻ്റെ വേഗതയനുസരിച്ച് ഇപ്പോൾ പുരുഷാർത്ഥത്തിൽ സദാ തീവ്ര പുരുഷാർത്ഥത്തിൻ്റെ ആവശ്യകതയുണ്ട്.
അപ്പോൾ ബാബ്ദാദ സൂചന നൽകുകയാണ്, സമയം തീവ്രഗതിയോടെ സമീപതയുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ആ കണക്കനുസരിച്ച് ഇപ്പോൾ വിശേഷിച്ച് സ്വഭാവത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും പരിവർത്തനത്തിൽ തീവ്രഗതി ആവശ്യമാണ്. ഇപ്പോൾ ബാബ്ദാദ എല്ലാ കുട്ടികളെയും സമാനം ആക്കുവാൻ ആഗ്രഹിക്കുന്നു. താങ്കളുടെ ലക്ഷ്യവും ഇതാണ്. ബാബ് സമാൻ ആവുക തന്നെ വേണം. ഇതിനു വേണ്ടിയുള്ള ഏറ്റവും സഹജമായ ഉപാധിയാണ് ബ്രഹ്മ ബാബയെ ഫോളോ ചെയ്യൂ, ടാലി ചെയ്യൂ, അതായത് ഒത്തുനോക്കൂ. എന്ത് കർമ്മം ചെയ്താലും ആദ്യം ടാലി ചെയ്യൂ, താരതമ്യം ചെയ്യൂ. ബ്രഹ്മ ബാബയുടെ കർമ്മവും വാക്കും സങ്കല്പവുമാണോ ഇത്? ആദ്യം ചിന്തിക്കൂ, പിന്നെ ചെയ്യൂ എന്ന് പറയാറുമുണ്ട്. പറയുന്നതിന് മുമ്പ് അളന്നു നോക്കൂ, പിന്നീട് പറയൂ. അപ്പോൾ കേട്ടുവോ ബാബ്ദാദ ഇപ്പോൾ എന്താണ് ആഗ്രഹിക്കുന്നത്? താങ്കളും ആഗ്രഹിക്കുന്നുണ്ട്. എപ്പോഴാണോ ആത്മീയ സംഭാഷണം നടത്തുന്നത്, അപ്പോൾ ബാബ്ദാദ വളരെ മധുരമധുരമായ കാര്യങ്ങൾ കേൾക്കുന്നു. ഉന്മേഷത്തിൻ്റെ കാര്യങ്ങളും വളരെ നന്നായി പറയുന്നു. ഇത് ചെയ്ത് കാണിക്കും, ഇത് ചെയ്യുക തന്നെ വേണം, ഇത് നടക്കുക തന്നെ വേണം എന്നെല്ലാം. സങ്കല്പം വളരെ ഉന്മേഷത്തിൻ്റെതാണ്. എന്നാൽ കർമ്മത്തിലേക്ക് വരുമ്പോൾ അല്പം മാറിപ്പോകുന്നു, ചിലത് നടക്കുന്നു. പിന്നെ ബാബ്ദാദ ഭിന്ന ഭിന്ന പ്രകാരത്തിലുള്ള സേവനത്തിൻ്റെ ഏതൊരു പ്ലാനാണോ ഉണ്ടാക്കുന്നത്, അതെല്ലാം ബാബ്ദാദ ഇഷ്ടപ്പെടുന്നു. പ്രോഗ്രാംസും പലയിടങ്ങളിലും നന്നായി നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ എത്രത്തോളം വാണിയിലൂടെ അഥവാ ഭിന്ന ഭിന്ന വിധികളിലൂടെ ചെയ്തുകൊണ്ടിരിക്കുകയാണോ, അതിൽ സഫലതയുമുണ്ട്. ബാബ്ദാദ സന്തുഷ്ടവുമാണ്. കേവലം ഇപ്പോൾ മനസ്സിലൂടെ അനേകം ആത്മാക്കൾക്ക് സുഖത്തിൻ്റെ കിരണങ്ങൾ, ശാന്തിയുടെ കിരണങ്ങൾ, സന്തോഷത്തിൻ്റെ കിരണങ്ങൾ, പ്രേമത്തിൻ്റെ കിരണങ്ങൾ എത്തിച്ചു കൊടുക്കണം. ഈ സേവനവും ഒരുമിച്ച് ചെയ്യൂ. തൻ്റെ തന്നെ സംസ്കാരം പരിവർത്തനപ്പെടുത്തുന്നതിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സംസ്കാരത്തിന് സഹയോഗം നൽകുന്നതിൽ പലരുടെയും ടൈം കൂടുതൽ പോകുന്നു. മനസ്സാ സേവനത്തിലൂടെ ഭിന്ന ഭിന്ന കിരണങ്ങൾ ആത്മാക്കൾക്ക് നൽകണം. ഇതിൻ്റെ അറ്റൻഷൻ മുന്നോട്ട് പോകവേ വളരെയധികം ആവശ്യം വരും. അതിൻ്റെ മേലും ശ്രദ്ധ നൽകിക്കൊണ്ടിരിക്കൂ. ഇത് സേവനത്തിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് ഏത് കുട്ടികളാണോ മനസ്സിലാക്കുന്നത് അവർ കൈ ഉയർത്തു. ശരി, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് ആശംസകൾ അവർക്ക്. ആരാണോ ചെയ്യാത്തത് അവർ ചെയ്യേണ്ടതാണ്. കാരണം മുന്നോട്ട് പോകവേ അങ്ങനെയുള്ള സർക്കംസ്റ്റൻസ് ഉണ്ടാകും. അതിൽ കേൾക്കുന്നവരുടെയും കേൾപ്പിക്കുന്നവരുടെയും കൂടിക്കാഴ്ച ഉണ്ടാകുന്നത് പ്രയാസമായിരിക്കും. അതിനാൽ രണ്ട് സേവനവും ഇപ്പോൾ മുതൽ എത്ര സാധിക്കുമോ അത്രയും ശീലമാക്കൂ. മനസ്സ് ബിസിയായിരുന്നാൽ മന്മനാഭവ ആകുന്നത് സഹജമായിക്കൊള്ളും. മനസ്സ് ബിസി ആകുന്നതിലൂടെ സ്വഭാവ സംസ്കാരങ്ങളെ സഹജമായി പരിവർത്തനപ്പെടുത്തുന്നതിൽ സഹായം ലഭിക്കും. ഇന്ന് പ്രത്യേകിച്ച് ഡബിൾ ഫോറിനേഴ്സിൻ്റെ കൂടിക്കാഴ്ചയുടെ ദിവസമാണ്. ബാബ്ദാദയ്ക്ക് സന്തോഷമുണ്ട്. ആഹാ, ഡബിൾ ഫോറിനേഴ്സ്, ആഹാ. വിശ്വത്തിൻ്റെ ഓരോ കോണിലും ബാബയുടെ കഴിഞ്ഞ കൽപ്പത്തിലെ കുട്ടികൾ മറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വിശ്വത്തിൻ്റെ സേവനത്തിൽ ഡബിൾ ഫോറിനേഴ്സ് നിമിത്തമായിരിക്കുകയാണ്. ബാബ്ദാദയ്ക്ക് സന്തോഷമുണ്ട്. ബാബ്ദാദ കേട്ടു, ഓരോരുത്തരും അവരവരുടെ ഏരിയയിൽ, ഗ്രാമങ്ങളിൽ അല്ലെങ്കിൽ പട്ടണങ്ങളിൽ ആരാണോ അവശേഷിക്കുന്നത് അവിടെ വരെ എത്തിച്ചേരുന്നതിനുള്ള പ്ലാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനുള്ള ആശംസകൾ, ആശംസകൾ. ഇല്ലെങ്കിൽ പിന്നെ സമാപ്തി ഉണ്ടാകുന്ന സമയത്ത് സാഹചര്യങ്ങൾ മാറുമ്പോൾ ഭാരതത്തിലായാലും വിദേശത്തായാലും നിങ്ങൾക്കേവർക്കും വളരെ വളരെ വളരെയധികം പരാതികൾ ലഭിക്കും.
നമ്മുടെ ബാബ വന്നു, താങ്കൾ നമ്മളോട് പറഞ്ഞതുപോലുമില്ല എന്ന് സന്ദേശം നൽകുന്നുണ്ട്. ധാരാളം പരാതികൾ ലഭിക്കും. അതിനാൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും കൂടുതൽ ഒരു കോണും അവശേഷിക്കാത്ത വിധം ഇതിൻ്റെ പ്രയത്നം ചെയ്യണം. പിന്നെ ബാബ്ദാദ ഡബിൾ ഫോറിനേഴ്സ് അഥവാ ദേശത്തെ കുട്ടികൾ ആരാണോ 4 ഭാഗത്തും തൻ്റെ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരെ കണ്ട് സന്തുഷ്ടമാണ്. വളരെ വളരെ സന്തുഷ്ടമാണ്. എന്തുകൊണ്ടാണ് സന്തുഷ്ടം? ഇപ്പോൾ ദേശത്തിലും വിദേശത്തും ഈ പ്ലാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ബാബ്ദാദയ്ക്ക് ഇഷ്ടമാണ്. ഏതെങ്കിലും ഉപാധിയിലൂടെ സന്ദേശം എത്തിക്കേണ്ടത് ആവശ്യമാണ്. ഈ സയൻസ് വാസ്തവത്തിൽ താങ്കൾക്ക് വേണ്ടി കൃത്യസമയത്ത് വളരെയധികം സഹായകരമാണ്. സാധനങ്ങൾ ദിനം പ്രതിദിനം പുതിയവ ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അതിനെ നിർവിഘ്നമായി കാര്യത്തിൽ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കൂ. താങ്കൾ സർവീസ് വർദ്ധിപ്പിക്കുന്നതിൻ്റെ മീറ്റിംഗ് എവിടെ നടത്തിയാലും ബാബ്ദാദ അത് കേൾക്കുന്നുണ്ട്, സന്തോഷിക്കുന്നുണ്ട്. കുട്ടികളുടെ ബുദ്ധി ഇപ്പോൾ ഓൾറൗണ്ടായി പോയിക്കൊണ്ടിരിക്കുകയാണ്, സാധനത്തെ സേവനത്തിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി. അതിനാൽ താങ്കൾ ഏതെല്ലാം പ്ലാൻ ഉണ്ടാക്കുന്നുവോ അത് ബാബ്ദാദ കേൾക്കുന്നുണ്ട്. ചുറ്റി സഞ്ചരിക്കാറുണ്ടല്ലോ. താങ്കൾ എവിടെ മീറ്റിംഗ് നടത്തിയാലും, ഡൽഹിയിൽ നടത്തിയാലും, ദേശത്തിലോ ഏതെങ്കിലും പട്ടണത്തോ നടത്തിയാലും, വിദേശത്ത് എവിടെ നടത്തിയാലും ബാബ്ദാദ എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നു. ബാബ്ദാദയുടെ അടുക്കലും സാധനങ്ങളുണ്ട്. ഇതിനു വേണ്ടി ബാബ്ദാദ ഫോറിനിലെ ഓരോരോ ദേശത്തു നിന്നും ആരെല്ലാം വന്നിരിക്കുന്നുവോ അവർ ഓരോരുത്തർക്കും എന്താണ് നൽകുന്നത്? വളരെ വളരെയധികം സ്നേഹം നൽകുകയാണ്. കേവലം ഇപ്പോൾ അല്പം തീവ്രത കൊണ്ടുവരൂ. പ്ലാനിനെ പ്രാക്ടിക്കലിൽ പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കൂ. നോക്കൂ, താങ്കളുടെ ഈ യജ്ഞം ആരംഭിക്കുന്നതിന് അല്പം വർഷങ്ങൾക്ക് മുൻപ് ഈ എല്ലാ ഇൻവെൻഷനും ആരംഭിച്ചു. സയൻസും താങ്കളുടെ സേവനത്തിൽ സഹായിയാണ്. നല്ലവണ്ണം ലാഭമെടുക്കൂ. താങ്കൾക്ക് വേണ്ടി തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത്. ദിനം പ്രതിദിനം നോക്കൂ, എത്ര പുതിയ പുതിയ കാര്യങ്ങളാണ് ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ ഡ്രാമ താങ്കൾക്ക് സഹയോഗം നൽകിക്കൊണ്ടിരിക്കുന്നു. സാധനങ്ങൾ താങ്കൾക്ക് സഹയോഗം നൽകുകയാണ്. ശരി, എല്ലാവരും സദാ സന്തുഷ്ടമാണല്ലോ. സദാ സന്തുഷ്ടമാണോ? ആരാണോ സദാ സന്തോഷമായിരിക്കുന്നത് അവർ കൈ ഉയർത്തൂ. സദാ സന്തോഷം. ഏതൊരു കാര്യമുണ്ടായാലും സന്തോഷമായിരിക്കുമോ? കാര്യങ്ങൾ വരാറുണ്ടല്ലോ, അപ്പോഴും സന്തോഷമായിരിക്കുന്നുണ്ടോ? കൈ നീട്ടി ഉയർത്തൂ. വെൽക്കം ചെയ്യാറുണ്ടല്ലോ, ഭയപ്പെടുന്നില്ല, വെൽക്കം ചെയ്യുന്നു, അനുഭവി ആക്കി മാറ്റുന്നു. ഈ വിഘ്നം അനുഭവത്തിൻ്റെ അതോറിറ്റിയെ വർദ്ധിപ്പിക്കുന്നു. മായ വന്നു എന്ന് പറയരുത്. ഇത് പരീക്ഷയാണ്. മായ എന്ന് പറഞ്ഞ് മായയെ മുന്നോട്ട് കൊണ്ടുവരികയാണ്. പരീക്ഷയാണ്. മായയെ താങ്കൾ അറിഞ്ഞു കഴിഞ്ഞു. എത്ര വർഷങ്ങളായി അറിഞ്ഞു കഴിഞ്ഞു? മായ എന്താണ്? അതിനാൽ മായയോട് ഭയപ്പെടരുത്. പരീക്ഷയായി മനസ്സിലാക്കി സന്തോഷത്തോടെ പരീക്ഷ എഴുതൂ. അനുഭവത്തിൻ്റെ ക്ലാസ്സിൽ മുന്നേറൂ. ഇത് ക്ലാസിൻ്റെ മുന്നേറ്റമാണ്. കുഴങ്ങിപ്പോകരുത്. എന്തു ചെയ്യട്ടെ, എങ്ങനെ ചെയ്യട്ടെ, എന്തുകൊണ്ട്? ഇത് ബ്രാഹ്മണർ ചിന്തിക്കേണ്ട കാര്യങ്ങളല്ല. ത്രികാലദർശിയാണ്. എന്തുകൊണ്ട്, എങ്ങനെ, ഇവ ഉയരുകയേ സാധ്യമല്ല. പരീക്ഷ വന്നു, അനുഭവത്തിൻ്റെ ക്ലാസ്സിൽ മുന്നോട്ട് പോയി. സന്തോഷമുണ്ടാകണം. ഇപ്പോൾ അനുഭവിയായി കഴിഞ്ഞിരിക്കുകയാണ്, ആയിക്കൊണ്ടുമിരിക്കും. ശരി,
ഏതെല്ലാം കത്തുകൾ, ഫോൺ, ആരുടെയെല്ലാം സ്നേഹസ്മരണകളും സന്ദേശവും ബാബ്ദാദയെ പ്രതി വന്നിരിക്കുകയാണോ, ആ എല്ലാ കുട്ടികളെയും ബാബ്ദാദ തൻ്റെ നയനങ്ങളിൽ ഉൾക്കൊള്ളുകയും സ്നേഹസ്മരണകളും സർവീസിൻ്റെ സമാചാരവും മനസ്സിൻ്റെ പുരുഷാർത്ഥത്തിൻ്റെ സമാചാരവും നൽകിയിരിക്കുന്ന ആ എല്ലാവരെയും ബാബ്ദാദ മനസ്സിലൂടെ എമർജ് ചെയ്ത് സുഖത്തിൻ്റെയും ശാന്തിയുടെയും സന്തോഷത്തിൻ്റെയും കിരണങ്ങൾ നൽകുകയാണ്. ആരെങ്കിലും ഇവിടെ അയച്ചിട്ടില്ലെങ്കിൽ പോലും ഹൃദയത്തിലെങ്കിലും സങ്കൽപ്പിച്ചുവെങ്കിൽ ആ സങ്കല്പവും ബാബയുടെ അടുക്കൽ എത്തിച്ചേർന്നിട്ടുണ്ട്. 4 ഭാഗത്തുമുള്ള ധൈര്യശാലികളായ കുട്ടികളെ ബാബ സഹായിക്കുന്നു. മധുരമധുരമായ കുട്ടികൾക്ക് ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ നൽകുകയാണ്. കൂടാതെ ഈ വർഷം തന്നെ പ്രതിയോ സേവാകേന്ദ്രത്തെ പ്രതിയോ വിശ്വത്തിലെ ആത്മാക്കളെ പ്രതിയോ ഏതെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള പ്ലാൻ ഉണ്ടാക്കണം. അതിലൂടെ സേവനത്തിൻ്റെ ബലവും ഫലവും സർവ ആത്മാക്കൾക്കും പ്രാപ്തമാകട്ടെ. 4 ഭാഗത്തുമുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള ബാബ്ദാദയുടെ വിശേഷ ഹൃദയത്തിൽ നിന്നുള്ള ഓർമ്മകളും സ്നേഹവും സ്വീകരിച്ചാലും. ഓം ശാന്തി. വരദാനം. സാധാരണത്വത്തിലൂടെ മഹാനതയെ പ്രസിദ്ധമാക്കുന്ന സിമ്പിളും സാമ്പിളുമായി ഭവിക്കട്ടെ. ഏതുപോലെ ഏതെങ്കിലും സിമ്പിളായ വസ്തു അഥവാ സ്വച്ഛമാണെങ്കിൽ അതിൻ്റെ നേർക്ക് തീർച്ചയായും ആകർഷിക്കുന്നു. അതേപോലെ മനസ്സിൻ്റെ സങ്കല്പങ്ങളിൽ, സംബന്ധത്തിൽ, പെരുമാറ്റത്തിൽ, ജീവിത രീതികളിൽ ആരാണോ സിമ്പിളും സ്വച്ഛവുമായിരിക്കുന്നത് അവർ സാമ്പിളായി സർവരെയും തൻ്റെ നേർക്ക് സ്വതവേ ആകർഷിക്കുന്നു. സിമ്പിൾ എന്നാൽ സാധാരണം. സാധാരണത്വത്തിലൂടെയാണ് മഹാനത പ്രസിദ്ധമാകുന്നത്. ആരാണോ സാധാരണം, അതായത് സിമ്പിൾ അല്ലാത്തത്, അവർ പ്രശ്നരൂപമായി മാറുന്നു. സ്ലോഗൻ. ഹൃദയം കൊണ്ട് എൻ്റെ ബാബ എന്ന് പറയൂ. അപ്പോൾ മായയുടെ അബോധാവസ്ഥയിലൂടെ അടഞ്ഞുപോയ കണ്ണുകൾ തുറക്കും. അവ്യക്ത സൂചന. സദാ ഹർഷിതമായിരിക്കുന്നതിനായി തൻ്റെ നേച്ചർ സരളമാക്കൂ, സഹനശീലരാകൂ. ഈ നിമിഷം ശബ്ദത്തിൽ, ഇതേ നിമിഷം ശബ്ദത്തിനുപരി എത്രത്തോളം ഈ അഭ്യാസം സരളവും സഹജവും ആകുമോ അത്രയും സമ്പൂർണത സമീപം കാണപ്പെടും. സമ്പൂർണ്ണ സ്റ്റേജിൻ്റെ അടയാളമാണ് അവരുടെ പുരുഷാർത്ഥം സരളമായിരിക്കും. ഓർമ്മയുടെ യാത്രയും സർവീസും രണ്ടും സഹജ പുരുഷാർത്ഥത്തിൽ ഉൾപ്പെടുന്നു. എപ്പോഴാണോ രണ്ടിലും സരളവും സഹജവുമായി അനുഭവപ്പെടുന്നത്, അപ്പോൾ മനസ്സിലാക്കൂ സമ്പൂർണതയുടെ അവസ്ഥ പ്രാപ്തമാകാൻ പോകുന്നു എന്ന്. ഓം ശാന്തി.